അച്ചോ, കുമ്പസാരിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇരിക്കാൻ പറയും. ശരി അച്ചോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. എന്താണ്? പറയൂ. ഞാനൊരു കള്ളനാണ് അച്ചോ. കുറേ വീടുകളിൽ നിന്ന് കട്ടിട്ടുണ്ട്, കുറേ പേരെ ഉപദ്രവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാൻ വെച്ച മുഖംമൂടി കാരണം ഇന്ന് വരെ എന്നെ ആരും മുഖം കണ്ടിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീട്ടിൽ കക്കാൻ കയറിയപ്പോൾ അവിടുത്തെ ആളെന്നെ പിടിച്ചച്ചോ. അവൻ എൻ്റെ മുഖംമൂടി വലിച്ചൂരുമെന്നായപ്പോൾ നിൽക്ക കള്ളിയില്ലാതെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി അത് ചെയ്തച്ചോ. എന്ത്? മുഖം രക്ഷിക്കാൻ വേണ്ടി ചെയ്തത് അച്ചു. വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അതുകൊണ്ട് മുമ്പെങ്ങും ഇല്ലാത്ത കുറ്റബോധം കാരണം എനിക്കിപ്പോൾ മോഷണം പോയിട്ട് നേരം വണ്ണൊന്നും ഉറങ്ങാൻ കൂടി പറ്റണില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും അച്ചോ? സാരമില്ല കുഞ്ഞെ, നീ ചെയ്ത പാപം കർത്താവിനോട് ഏറ്റു പറഞ്ഞല്ലോ. മോഷണവും കൊലയും ഒന്നും നിന്നെ എവിടെയും കൊണ്ടെത്തിക്കുകയില്ല. മുഖംമൂടിയുടെ ഇരുട്ടിലല്ല, സ്വന്തം മുഖത്തെ വെളിച്ചത്തിലാണ് നീ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ആ മുഖംമൂടി ഇനി വേണ്ട. മറ്റുള്ളവരിൽ പ്രകാശം പരത്തി ജീവിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്വപ്നത്തിലെങ്കിലും പാപചിന്ത കയറിക്കൂടിയ എൻ്റെ മനസ്സിനോട് പൊറുക്കണേ കർത്താവേ. ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന എൻ്റെ അനുജനോട് ചെയ്ത തെറ്റിന് പശ്ചാത്തപിച്ച ആ ചെറുപ്പക്കാരനെ നീ നേർവഴിക്ക് നടത്തണമേ. മുഖംമൂടികളില്ലാത്ത പ്രകാശം പരത്തുന്ന സ്നേഹമുഖങ്ങളാൽ ഈ ലോകത്ത് പ്രഭ ചൊരിയണമേ. ആമേൻ.